വൈകുന്നേര ചായയ്ക്ക് കൂടെ കഴിക്കാനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഏത്തപ്പഴം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ചായയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പുറഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റായിട്ടും ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്തിരിക്കുന്ന നേന്ത്രപ്പഴം എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പെട്ടെന്ന് തന്നെ നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പഴം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ പഴം ഇവിടെ 3 പഴം ചെറുതായിട്ട് ഇങ്ങനെ 4ആയിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. 4ആയിട്ട് കീറി എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് വരട്ടി എടുക്കണം. പഴം വരട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മെൽറ്റായി കഴിയുമ്പം നമ്മൾ ഈ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പഴം വരട്ടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അല്ലാതെ കരിഞ്ഞു പോകും. അപ്പോൾ ആ നെയ്യ് ഒന്ന് മെൽറ്റായി തുടങ്ങിയപ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഇതൊന്നിങ്ങനെ വരട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്, നല്ലപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പഴം മുറിക്കുമ്പം ചെറുതായിട്ട് നൈസായിട്ട് മുറിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതും നമുക്ക് പഴം പെട്ടെന്ന് തന്നെ വരട്ടി എടുക്കാനായിട്ട് സഹായിക്കും. ഇനി ഈ പഴം നമുക്ക് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് ഇതൊന്ന് ഉടഞ്ഞു കിട്ടുന്നവരേക്ക് ഇതൊന്നിങ്ങനെ വരട്ടിയെടുക്കണം. അപ്പോൾ തന്നെ ഞാൻ ചെറിയ ചൂടിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നൈസായിട്ട് മുറിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നല്ലപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കാനായിട്ട് നല്ലപോലെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ വേവിക്കേണ്ടി വരും. അപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ അത് കുറച്ച് സമയം കഴിയുമ്പം ശരിക്കും ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ ഇതാ പഴം ശരിക്കും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഉടയുമ്പോൾ നമ്മൾ ഈ തവി വെച്ചിട്ട് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പം ചെറുതായിട്ട് ഇങ്ങനെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉടഞ്ഞ പഴങ്ങളൊന്ന് യോജിപ്പാവാനായിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ പഴം ശരിക്കൊന്ന് യോജിപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് ഞാനിതിങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ട് നിന്നിങ്ങനെ അടച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ആവിയിലെല്ലാം ശരിക്കും വെന്ത് നല്ലപോലെ ഒന്ന് യോജിപ്പായി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സമയം ഇങ്ങനെ അടച്ചു വയ്ക്കരുത്. കൂടുതൽ സമയം അടച്ചു വെച്ചാൽ അത് അടുക്കി പിടിക്കും. അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ പഴം എല്ലാം ശരിക്കൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്തിരിക്കുന്ന പഴത്തിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ തിരുമിയിട്ട് ഒരു മുറി സാമാന്യം വലിപ്പമുള്ളൊരു തേങ്ങാമുറിയുടെ ഒരു 3/4 ഭാഗത്തോളം തിരുമിയെടുത്തേക്കുന്നതാണ്. ആ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ശരിക്കൊന്ന് തേങ്ങയും പഴവും ഇതെല്ലാം ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലും കുറച്ചും കൂടി താഴെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിലും കുറച്ച് താഴെ വെച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. പഴം ചിലപ്പോൾ വല്ലാതെ അരികെല്ലാം ഒന്ന് കരിഞ്ഞു പോയി എന്ന് വരും. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കാനായിട്ട്. തേങ്ങയും പഴവും ശരിക്കും നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ പഴവും തേങ്ങയും ഇവിടെ ശരിക്കും യോജിപ്പായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടി എല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയിലും പഴത്തിലും പൊടി ഏലക്കാപ്പൊടി എല്ലായിടത്തും ആകാൻ പാകത്തിന് നമുക്ക് ശരിക്കും ഇതൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങയും പഴവും ശരിക്കും യോജിപ്പായി കഴിയുമ്പം ഒരു 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടി ആയതുകൊണ്ടാണ് കേട്ടോ നേരിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ട് ആ വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ശർക്കരയും ശരിക്കും ഒന്ന് മെൽറ്റായി ഇതിൻ്റെ കൂടെ യോജിപ്പായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ പഴം ഏതെങ്കിലും കട്ടയായിട്ടുള്ള പഴങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതും ശരിക്കൊന്ന് ഉടച്ചു കൊടുക്കാം.
ശർക്കരയുടെ സ്ഥാനത്ത് പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തോരം മധുരം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു അര കപ്പ് പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുക്കാം. പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പുളി കൂടുതലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും മധുരം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തോരം മധുരം വേണം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം മധുരം വേണം അനുസരിച്ചിട്ടും പഴത്തിൻ്റെ പഴുപ്പ് അനുസരിച്ചിട്ടും വേണം ഈ ശർക്കര ആയാലും പഞ്ചസാര ആയാലും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതെല്ലാം ശരിക്കും മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് യോജിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പഴവും ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും ഇതെല്ലാം ശരിക്കും ഇതിലേക്ക് നല്ലപോലെ മെൽറ്റായി ചേർന്ന് കിട്ടിയിട്ടുണ്ട്. നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് നെയ്യും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് അധികമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ശരിക്ക് വരട്ടിയെടുത്തിരിക്കുന്ന ഈ പഴത്തിൻ്റെ മിക്സ് നമുക്കൊന്ന് ചൂടാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ മിക്സ് ശരിക്കും നല്ലപോലെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ച് യോജിപ്പാക്കി എടുക്കണം. അതിന് മുന്നേ തന്നെ ഉടയാത്ത ഏതെങ്കിലും പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങയുടെ ഏതെങ്കിലും പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതൊന്ന് ശരിക്കും ഒന്ന് കുഴച്ച് കൊടുക്കുക. കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ച് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അതിന് ശേഷം വേണം ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ഉരുട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആദ്യത്തെ 2 ബോൾ ഉരുട്ടി എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഈ മാവ് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മാവിൽ നിന്ന് എനിക്ക് ഇത്രയും ബോൾസാണ് കിട്ടിയത്. ഇനി ഇതിനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ആ ബാറ്ററിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാനൊരു അര കപ്പ് മൈദയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ മൈദ പൊടിയുടെ കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു മുരുമുരുപ്പ് കിട്ടാനായിട്ടാണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലൊന്നും ചേർത്തിട്ടില്ല. അതിന് ശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ചെറുതായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ടിയുള്ളൊരു ബാറ്ററായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് മിക്സാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ നല്ലപോലെ കട്ടിക്കുള്ളൊരു ബാറ്ററായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം കൂടാൻ പാടില്ല. നല്ല കട്ടിയിൽ തന്നെ ഇരിക്കണം ബാറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വറുക്കുന്ന സമയത്ത് അവിടെ ഇവിടെ എല്ലാം പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല കട്ടിക്കുള്ളൊരു ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും നല്ലപോലെ തന്നെ കട്ടിയിലിരിക്കണം ബാറ്റർ. അപ്പോൾ അതിൻ്റെ സമയം തന്നെ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നമ്മൾക്ക് ബാറ്ററിൽ മുക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ വിട്ടുപോകും. കട്ടിയുള്ള ബാറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ആ ബാറ്റർ അങ്ങോട്ട് ചൂടായ എണ്ണയിൽ അങ്ങ് പടർന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല കട്ടിക്കുള്ള ബാറ്ററായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞത്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടിയും കട്ടിയിലുള്ള ബാറ്ററായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ നമ്മളിതിങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പം അത് അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാറ്റർ അവിടെ ഇവിടെ ഇങ്ങനെ പടർന്നു പോകും. അപ്പോൾ അതായത് ഈ ബോൾസ് ഓരോന്നും നമുക്കിതുപോലെ ഇങ്ങനെ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇത് ശരിക്കൊന്ന് മൊരിച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നല്ലപോലെ മൊരിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് കോരിയെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് ശരിക്കും ഇതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ സമയത്ത് നമുക്കിതൊന്ന് കോരിയെടുക്കുക. ഇപ്പോൾ ആദ്യത്തെ ഇവിടെ ശരിക്കും ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എണ്ണ ശരിക്കും കളഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ പലഹാരത്തിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീണ്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഉടനെ കാണും.